ഷാജി കൊല്ലത്ത് നിന്നോടൊപ്പം ചേരുന്നു. ഷാജി, നമസ്കാരം. പിന്നെ എന്തായാലും കറണ്ടൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? അത് വലിയ ഷാജി, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചാൽ അതിപ്പോ വലിയ തർക്ക വിഷയമായി മാറി. ഏതായാലും അത് എല്ലാവരും പരിശോധിക്കുന്നതല്ല. അത് ഇടതുപക്ഷത്തിന്റെ ഒരു വിജയമാണ്. കറണ്ട് കൂടാതെ, പ്രസരണം നഷ്ടം കൂടാതെ കാര്യങ്ങൾ നടത്താൻ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും പിന്നെ പിണറായി വിജയനെയും ശ്രീമാൻ പ്രതിപക്ഷ നേതാവ് സതീശിനെയൊക്കെ ഇങ്ങനെ തുലനം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ? അല്ല, അവരിന്നലെ ഒരു വേദിയിൽ ഒരേപോലെ വിളിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. അവരവരുടെ നിലപാട് പറഞ്ഞു. എങ്കിൽ തന്നെ ആ ഒരു ചങ്കൂറ്റം, ഞാൻ എന്റെ കാറിനകത്ത് കയറ്റും എന്ന് പറഞ്ഞപ്പം അത് പറയാനുള്ള അവിടെ ചെന്നിത്തല പറഞ്ഞപ്പോ അത് കണ്ണിക്കാനുള്ള ചങ്കൂറ്റം ഇല്ലാതെ പോയതെന്തേ? അവിടെയാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പാർട്ടിയുടെ നിലപാടല്ല. അന്നേരം തരാതെ അദ്ദേഹമാണ് മറ്റേ അവിടെ പടത്തിന്റെ മേളിൽ കാറിൽ കയറ്റുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇതുപോലെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ അനുവദിക്കരുത്, അതിൽ തള്ളിപ്പറയണം, അതാണ് പറഞ്ഞത്. അതെ, അങ്ങനെയാണെങ്കിൽ പോലും ബിനോയ് വിശ്വമാണ് അങ്ങയുടെ തന്നെ അല്ല, അങ്ങനെ അത് പറയുന്നത് അതാണ് വലിയ ഇതായിട്ട് പറയുന്നതെങ്കിൽ അവിടൊക്കെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെ അവിടെ പോയി അദ്ദേഹത്തെ സ്തുതിഗീതം പാടിയതല്ല. നിങ്ങളുടെ അദ്ദേഹത്തിന്റെ സപ്തപതി നവമി ആഘോഷവും കണ്ടാണെന്ന് തോന്നുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി അവിടെ പോയിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇതിന്റെ ഉത്തുംഗങ്ങളിൽ ഇരിക്കുന്നവരുടെ വാക്കുകൾ പലപ്പോഴും വിഷലിപ്തമാകുന്നുണ്ട്, അത് ഒഴിവാക്കണമെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. അല്ല അവിടെ പോയി മന്നവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രനെ പോലെ നിന്മുഖമെന്നൊന്നും അല്ല പറഞ്ഞത്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ പോയത്. ഒരു കേരള സമൂഹത്തില് ഒരു വളരെ മുൻപന്തിയിൽ എല്ലാ തരത്തിലും ആളായാലും അർത്ഥത്തായാലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമുദായത്തിന്റെ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ ഒരു അവരുടെ പൊതു ഫംഗ്ഷന് വിളിക്കുമ്പോൾ പോകേണ്ടത് മുഖ്യമന്ത്രിയുടെ കടമയാണ് ഒരു ജനാധിപത്യ സമൂഹത്തില്. അപ്പോ അത് ആർക്കാണ് കൂടുതൽ മതേതരത്വം എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് തന്നെ മതേതരത്വം ആത്മാർത്ഥത ഉള്ളത്. ഏത് വിഷയം എടുത്താലും അവിടെ കലർപ്പ് കലർത്തതൊന്നുമില്ല. അതാണ് ഈ ഇതുവരെ വി.ഡി. സതീശന്റെ ഒരു ആക്ഷേപം വോട്ടിന് വേണ്ടി നിൽക്കുന്ന സിനാഡിൽ പോയത് ഇപ്പോഴ് അത് പറയട്ടെ. അല്ലെങ്കിൽ ഇദ്ദേഹം ഇത് പറയുന്നതാണെങ്കിൽ ചെന്നിത്തല പറഞ്ഞതിന് മറുപടി പറയട്ടെ. അപ്പൊ അവിടെയാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. ഇതൊക്കെ നാടകങ്ങളാണ്. ഇലക്ഷൻ ആകുമ്പോഴത്തെ പല പല നാടകങ്ങളും എല്ലായിടവും തലയും കൊണ്ടിട്ട് പോകുന്നുണ്ട്, എന്നിട്ട് മാറിയെന്ന് വർത്താനം പറയുന്നുണ്ട്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഈ കായംകുളത്തെ സംഭവമാണ് ഇപ്പോൾ പലരും എനിക്ക് മെസ്സേജായിട്ട് അയക്കുന്നത്. വനിതാ സഖാവിൻ്റെ കാര്യവും 1.5 പവൻ്റെ കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീ വിജയൻ കൊല്ലത്തുനിന്നാണ്. ശ്രീ വിജയൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്തേ സാറേ. നമസ്കാരം. അല്ല, എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് വ്യക്തികളും രണ്ട് കക്ഷികളും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് മേടിക്കുന്ന കക്ഷികളാണ്. ഇവിടുത്തെ ശരിയായ മതേതരത്വ പാർട്ടി എന്ന് പറയുന്നത് BJP, RSS, സംഘപരിവാർ. അത് ശരി, അവരാണ് മതേതരത്വം. അതെ. അത് ശരി. അപ്പൊ മറ്റുള്ളവർ പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? രണ്ട് കൂട്ടരും സാറിന് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. സാറ് അതങ്ങനെ പറയത്തില്ലായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഒരു മാധ്യമങ്ങളും അത് പറയത്തില്ല. ഞാനിത് 10-20 വയസ്സുള്ള ഒരാളാ. എനിക്കത് മനസ്സിലായെങ്കിൽ ഞാൻ പറയാം. പക്ഷേ എത്ര പേര് പറഞ്ഞ് സംഘപരിവാറാണ്. ഇവിടെ ഞാനൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു മതവിദ്വേഷങ്ങളും ഇവിടെ പറയുന്നില്ല. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം സാറേ. ശരി. ഓക്കെ, ശ്രീ പ്രസന്നൻ മാളയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രസന്നൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ നാട്ടില് തരാതരം പോലെ ഈ സൗകര്യം അനുസരിച്ച് ഓരോ ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ പാർട്ടി എന്നല്ല ഉദ്ദേശിച്ചത്, ബിഷപ്പിനെ കാണാൻ പോകുന്നുണ്ട്, തങ്ങൾമാരെ കാണാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത് അവരങ്ങോട്ട് നന്നായിക്കോട്ടെ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ അഭിപ്രായത്തില് അവരുടെ സഹായവും സപ്പോർട്ടും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ മൈക്ക് കെട്ടിപ്പോ പറ്റി പറയുമ്പോ മതേതരൊക്കെ പറയും. വീടാന്തരം വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ നല്ല പോലെ വർഗീയത പറഞ്ഞിട്ട് എല്ലാ പാർട്ടികളും വോട്ട് മേടിക്കുന്നത്. അപ്പൊ വ്യക്തമാണ്. അപ്പൊ താങ്കളുടെ അഭിപ്രായം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. രവീന്ദ്രൻ, ഈ വേദികളിൽ മാത്രമേ മതേതരത്വമുള്ളൂ, വീടാന്തരം എത്തുമ്പോൾ വർഗീയതയാണോ പ്രചരണ രംഗത്ത് പറയുന്നത്? എന്റെ മനു, ഇവർ രണ്ടു കൂട്ടരും നെറ്റിയാൽ എഴുതി ഒട്ടിക്കണം മതേതരത്വം. ഇവര് കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുക. തലേ തുണിയിട്ട് ബിഷപ്പിന്റെ അവിടെ പോവും, NSSന്റെ അവിടെ പോവും,
ജമാഅത്തിന്റെ അടുത്തൊക്കെ തല തുണിയിട്ട് പോകുന്നൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളുടെ നേതാവായ വെള്ളാപ്പള്ളിയെ കൂട്ടം കൂടിയിട്ട് ആക്രമിക്കുന്നുണ്ടോ, അതിന് ഞങ്ങൾ തിരിച്ചടി കൊടുത്തിരിക്കും. ഈ വരുന്ന ഇലക്ഷനിൽ നിങ്ങൾ കണ്ടോണം. ഈ ഇസ്ലാം തീവ്രവാദികളുടെ വാക്കും കേട്ടിട്ടുണ്ടല്ലോ, ഞങ്ങളെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്, ഞങ്ങൾ അതിനുള്ള തിരിച്ചടി ഈ വരുന്ന ഇലക്ഷൻ ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങൾ കൊടുത്തിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റം ഞങ്ങളുടെ വെള്ളാപ്പള്ളി ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് പുറയിൽ. ശരി, അപ്പോൾ വ്യക്തമാണ് സാറേ പറയുന്നതെങ്കിൽ എല്ലാം തിരുത്തി പറയേണ്ടി വരും. ഷാജിയോട് പറയുകയാണെങ്കിൽ എല്ലാം തിരുത്തി പറയേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ജയകുമാറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഷാജിയുടെ പ്രതികരണം. അപ്പോൾ ഷീല പ്രസാദ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്നൊക്കെ പറയുന്നത്. ഷീല പ്രസാദിനും എൻ്റെ ആശംസകൾ. അപ്പോൾ ഷീല പ്രസാദ് 1506 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ജൂൺ 15 ജനിച്ചിട്ടുണ്ടാവുക, അതായിരിക്കും ഈ 1506 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്രിസ് എന്നോട് പറയുന്നത് മതേതര കോൺഗ്രസ് മലപ്പുറം വിഭജിച്ച് കൊടുക്കും, അവർക്ക് ഒരു മതത്തോട് മാത്രമേ മതേതരത്വം ഉള്ളൂ എന്നാണ് പറയുന്നത്. നിഷാദ് എന്തോ എനിക്ക് കൂക്കുന്നുണ്ട്. ഓക്കെ, കൂക്കിക്കോളൂ. വിജയൻ പരിഹസിക്കുന്നു, അതായത് ഷിജു കുര്യത്ത്. റഷീദ് മുഹമ്മദ് പറയുന്നു വല്ല കോമഡിക്ക് അവാർഡ് ഉണ്ടെങ്കിൽ അത് ചേട്ടന് കൊടുക്കണമെന്ന്. ഏത് ചേട്ടൻ അതെനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ജയകുമാർ നെതിരെ ഷാജി ഭാസ്കർ എന്തോ പറയുന്നുണ്ട്. ചൊറിയാൻ തീരുമാനിച്ചു ജയകുമാർ. നമ്മൾ എല്ലാവരും ഒരു ഐക്യത്തോടു കൂടി ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. മഹേഷ് എന്നോട് പറയുന്നു, മനു ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമാണ് ഏഴുകോൺ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മകീരം തിരുനാൾ മഹോത്സവം ജനുവരി 28-29 ഒരാശംസ പറയണമെന്ന്. ഒന്നല്ല, ഒരു 100 ആശംസ മഹേഷ് പാറക്കലിനും അവിടുത്തെ സുഹൃത്തുക്കൾക്കും അതുപോലെ ആ പ്രദേശത്തുള്ള ഏഴുകോൺ പ്രദേശത്ത് ഈ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിന് സമീപത്തുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അങ്ങേയറ്റത്തെ ആശംസകൾ. അതുപോലെ അവരുടെ ഉത്സവം ഒരു വൻ വിജയമാകട്ടെ, അവിടെ ഐക്യത്തോടു കൂടി ആളുകൾക്ക് സന്തോഷത്തോടു കൂടി ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് പൊതുവേദിയുടെ ഭാഗമായി ഞാൻ ആശംസിക്കുകയാണ്. മഹേഷ് പാറക്കൽ. അപ്പോൾ മഹേഷും അവിടെ ചെന്ന് ആനയെയും ഇതൊക്കെ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ പലയിടത്തും ആനകളുടെ വാർത്ത കേൾക്കുന്നതുകൊണ്ടാണ്. ആനയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ആളുകളൊന്ന് കുറച്ച് മാറി നിൽക്കണം. ആനയെ അനാവശ്യമായി ചെന്ന് പ്രകോപിപ്പിക്കരുതെന്നാണ് ആളുകളോട് പറയണം മഹേഷ്. ഓക്കെ, അപ്പോൾ ക്രിസ് എന്നോടൊപ്പം പറയുന്നത് വിജയൻ കൊല്ലം പറഞ്ഞത് ശരിയാണ്, ഇന്ത്യയിലെ ഏക സെക്യുലർ പാർട്ടി BJP ആണെന്ന് പറയുന്നത്. ജെയ്സൺ പാലിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ജെയ്സൺ, ഹലോ സർ. നമസ്കാരം. നമസ്കാരം. ഇതില് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എന്നാൽ ഈ മതേതരത്വത്തിന്റെ കാര്യത്തിൽ ആർക്കാണ് ആത്മാർത്ഥത എന്ന് ചോദിച്ചാല് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ്. പക്ഷെ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് മനസ്സിലാക്കിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതലാളിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഭൂരിപക്ഷ പ്രീണനത്തിലാണെങ്കിലും അവരും മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.